അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനത്തിന് നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെ കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ചേസ് ജോസഫ് അവറുകളാണ്. അനേക പ്രിയപ്പെട്ടവർ അരോമ ടിവിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് അവരുടെ ജീവിതാനുഭവം, സാക്ഷ്യം, ദൈവവചന ചിന്തകളൊക്കെ പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കാലയളവിൽ വളരെ ഏറെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമനുഷ്യനാണ് കർത്താവദാസൻ പാസ്റ്റർ ചേസ് ജോസഫ് അവറുകൾ. അദ്ദേഹത്തിൻ്റെ വചനചിന്തകൾ തികച്ചും വേറിട്ട ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. സാധാരണ സ്റ്റേജുകളിൽ, വേദികളിൽ ഒക്കെ നമ്മൾ കേട്ടുവരുന്നതായ വചന ശുശ്രൂഷകളിൽ നിന്നും ദൈവജനത്തെ കർത്താവിൻ്റെ ക്രൂശിനോടടുപ്പിക്കുന്നതും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടടുപ്പിക്കുന്നതും നിത്യജീവനായി ഒരുക്കുന്നതും പാപത്തിൽ നിന്ന് അവരുടെ പാതകളെ പിന്തിരിപ്പിച്ച് പ്രത്യാശയുടെ വഴികളിലേക്ക് നയിക്കുന്നതുമായ ദൈവത്തിൻ്റെ വചന ചിന്തകളാണ് ദൈവദാസൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ തന്നെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷകൾ അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ദൈവീയ ഇടപെടലുകൾ, ദൈവം നടത്തിയ, വിളിച്ച് വേർതിരിച്ച വഴികൾ ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ചേസ് ജോസഫ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമ്മതിച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ചും എനിക്ക് കർത്താവ് തന്ന പാഠങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓർമ്മകൾ വളരെ കുറവുള്ള ഒരാളാണ് ഞാൻ. എങ്കിലും ജീവിതത്തിലൂടെ കർത്താവ് നടത്തിയ വഴികൾ, അങ്ങനെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം അനുസ്മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഈവൻസിന്റെ മെമ്മറീസ് എനിക്ക് അതുപോലെ പുനരാവിഷ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷെ ദൈവം അനുവദിക്കുന്നിടത്തോളം ജീവൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ ജനിക്കുന്ന ഒരു ഓർത്തഡോക്സ് യാക്കോബായ കുടുംബത്തിലാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു വളരെ തീഷ്ണവാനായ ഒരു ഓർത്തഡോക്സ് കാരനായിരുന്നു, വിശ്വാസിയായ. ആ ഓർത്തഡോക്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസമുള്ള ഒരാളായിരുന്നു. എൻ്റെ പിതാവ് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളായിരുന്നു. നെടുങ്ങാറപ്പള്ളി, കോട്ടയത്തിലുള്ള നെടുങ്ങാറപ്പള്ളിയിലുള്ള CSIയുടെ വകയിലെ അംഗമായിരുന്നു. എൻ്റെ ചെറുപ്പകാലം എങ്ങനെയാണെന്ന് അറിയില്ല, ഞാനൊരു ഒരു മതഭക്തൻ ആയിട്ടാണ് വളർന്നത്. വീട്ടിൽ നിന്ന് ഒരു പ്രഷറും ഇല്ലായിരുന്നു. എൻ്റെ ഈ മതഭക്തി കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞ് വായിപ്പിച്ചതല്ല, പ്രാർത്ഥന ചൊല്ലണമെന്ന് പറഞ്ഞു ചൊല്ലിപ്പിച്ചതല്ല, ഞാൻ അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുമായിരുന്നു. ഈ 5, 8, 10 വയസ്സുള്ളത്. ഈ റിലീജിയസിറ്റി എന്ന് പറയുന്നത്, അതായത് മതാത്മകത എൻ്റെ ഉള്ളിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പിന്നെ സൽപ്രവർത്തികൾ ചെയ്യണമെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്നുമുള്ള ഒരു സെൽഫ് റൈച്ചസ്നെസ് എൻ്റെ ചെറുപ്പകാലം മുതലേ എന്നെ ഒരു ബന്ധനത്തിലാക്കിയിരുന്നു. അപ്പൊ എനിക്ക് ആൾക്കാരോട്ട് ഫ്രീ ആയിട്ട് ഇടപെടാൻ പ്രയാസമാണ്, കാരണം അവരെങ്ങനെയായിരിക്കും അറിയില്ല. അപ്പം വളരെ ജാഗ്രത എൻ്റെ സ്വഭാവം. ഉള്ളിൽ നമ്മൾ നല്ലവരൊന്നും അല്ലെങ്കിലും ഈ മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു പുറമേയുള്ളൊരു സ്വഭാവം വളരെ ഡീസൻ്റ് ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നല്ല ക്രെഡൻഷ്യൽസോടുകൂടി വളർന്നു, നല്ലപോലെ പഠിച്ചു, നല്ല മാർക്കോടെ എല്ലാ എക്സാമിനേഷൻസും പാസ്സായി. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്താണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി SB കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നത്. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർ മനസ്സിലാക്കിയതുകൊണ്ട് ഓർത്തഡോക്സ് ചർച്ചിൽ പോകുന്ന എൻ്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരെന്നെ ആ ചർച്ചിൽ കൊണ്ടുപോയി. അവിടെ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു MGOCSO എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, യൂത്ത്സിന് വേണ്ടിയുള്ള, സ്റ്റുഡൻസിന് വേണ്ടിയുള്ള. അതിലെന്നെ അവർ അംഗമാക്കി ചേർത്തു. അങ്ങനെ അതിൽ വളരെ ആക്റ്റീവായിട്ട് അവരുടെ മീറ്റിങ്ങിനും പ്രോഗ്രാമിനും എല്ലാം സംബന്ധിക്കുകയും കുർബാന മുടങ്ങാതെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് പോയിന്റ് ഉണ്ടാകുന്നത്, ഞാൻ SB കോളേജിന്റെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ, അതൊരു കാത്തലിക് കോളേജാണ്, കാത്തലിക് ഹോസ്റ്റലാണ്. ഒരു അച്ഛനാണ് എൻ്റെ വാർഡനായിട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഒരു ഓർത്തഡോക്സുകാരനായിട്ടും
കത്തോലിക്കരുടെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുന്നു. ഞാനത് നോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കത്തോലിക്ക പിള്ളേരെല്ലാം കിടന്നുറങ്ങുകയാണ്. അവർക്ക് ഇതിൽ ലജ്ജ ഉണ്ടാകാൻ വേണ്ടി നീ തന്നെ ചെന്ന് എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിച്ച് കുർബാനയ്ക്ക് വിടണം എന്നുള്ളൊരു ദൗത്യം, മിഷണറി ദൗത്യം, കാത്തലിക് മിഷൻ പ്രേക്ഷിത പ്രവൃത്തി എന്നെ അച്ഛൻ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഞാനത് വളരെ അഭിമാനത്തോടെ, കാരണം ഈ അതോറിറ്റിയിൽ ഇരിക്കുന്നവര് എന്തെങ്കിലും എന്നെ ഏൽപ്പിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരുടെ ഗുഡ് ബുക്കിൽ വരാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഈ കുർബാന ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷെ എങ്കിലും ഞാൻ കൃത്യമായിട്ട് പോകുന്നത് അത് ഒരു ഉദ്ദേശം, ഇവരുടെ എല്ലാം ഗുഡ് ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വയം നീതീകരിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നീതിമാനായിട്ട് അഭിനയിക്കാനും ഒക്കെ ഉത്സാഹിച്ചിടുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ഞാൻ ഈ എല്ലാ പിള്ളേരും പോയി നോക്ക് ചെയ്ത് വിളിച്ച്, ക്രിസ്ത്യൻസിനെ അല്ല, ഞാൻ അതിനകത്ത് കാത്തലിക്സിനെ മാത്രം ഉൾപ്പെടുത്തിയില്ല, എല്ലാ ക്രിസ്ത്യൻസിനോട് ചെന്ന് പറഞ്ഞു നിങ്ങൾ രാവിലെ കുർബാന കൂടാൻ കാണാൻ വരണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു റൂമിൽ ഉണ്ടായിരുന്ന ഒരാള്, അയാള് പെന്തിക്കോസുകാരനായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, നീ എന്ത് നിർബന്ധിച്ചാലും ഞാൻ വരില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ്, നമ്മളെല്ലാം ക്രിസ്ത്യാനികളല്ലേ, നമുക്ക് പോയാൽ എന്താ കുഴപ്പം? അപ്പൊ എനിക്ക് പെന്തക്കോസ്തിന്റെ വ്യത്യാസങ്ങളൊന്നും അറിയില്ല, കാരണം ഞങ്ങൾ ഇടുക്കി ജില്ലയിലായിരുന്നുകൊണ്ട് ഇടുക്കി ജില്ലയില് ഒത്തിരി പെന്തക്കോസ്റ്റൽ വർക്കുകൾ ഉണ്ടെങ്കിൽ അതൊരു മെയിൻ സ്ട്രീമിൽ നമ്മൾ അവരെ കുറിച്ച് മനസ്സിലാക്കുന്ന രീതിയിലില്ല. കാരണം ആ മെയിൻ സ്ട്രീം ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രസൻസ് ആകാൻ പല സ്ഥലത്തും പറ്റിയിട്ടില്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പൊ പെന്തക്കോസ്താരെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ഹാൻഡ് എനിക്ക് ആരും അറിയില്ല. ചെറുപ്പകാലത്തുള്ള ആകെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ അന്ന് അവിടെ പോയിക്കൊണ്ടിരുന്ന യാക്കോപ്പള്ളിയിലെ അച്ഛൻ ഒരു ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് പറയാണ്, 5ാം ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ സൺഡേ സ്കൂളിൽ വരണ്ട, ഉച്ചയ്ക്ക് അമ്മ പോകുന്ന വഴിക്ക് ചർച്ച് കഴിഞ്ഞ് അങ്ങ് പോക്കോ. അപ്പൊ സൺഡേ സ്കൂളിൽ പോയി പഠിക്കുകയും സമ്മാനം മേടിക്കുകയും പ്രസംഗിക്കാനൊക്കെ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ അച്ഛൻ പോയി പെന്തിക്കോസ് ചേർന്നു എന്നുള്ള വാർത്ത ഞങ്ങൾ കേട്ടു. അതാണ് പെന്തിക്കോസ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു വിഷമമുണ്ട്, ഇവരൊക്കെ പോയി പെന്തിക്കോസ് ചേർന്നല്ലോ, കഷ്ടമായി പോയില്ല. അങ്ങനെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അതല്ല വേറൊന്നും ഇവരെ കുറിച്ച് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം ഈ മനുഷ്യനോട് ഞാൻ ഒത്തിരി തർക്കിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, വൈകിട്ട് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. കുറെ നേരം പുള്ളി ഇരുന്ന് പറഞ്ഞു, ഇതൊക്കെ കളിപ്പീരാണ്, ഇതൊന്നും ബൈബിൾ ഇല്ലാത്തതാണ് ഒക്കെ പറഞ്ഞു. ഞാൻ കുറെയൊക്കെ സംസാരിച്ച് തർക്കിച്ചു. പക്ഷെ പിറ്റേ സൺഡേ ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ പോയി നിൽക്കും. എനിക്ക് 16 വയസ്സാണ്. ഈ ഓർത്തഡോക്സ് ചർച്ചിൽ പോയി നിൽക്കുന്ന സമയത്ത് അവിടെ അച്ഛൻ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, കുന്തിരിക്കം ഇടുന്നു, പുകയ്ക്കുന്നു, മണിയടിക്കുന്നു. ഇതെല്ലാം കാണുമ്പം ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവ് അവിടെ നിന്നുകൊണ്ട് കുർബാന ചൊല്ലുന്നു, ഇപ്പുറത്ത് പത്രോസ് കുന്തിരിക്കം ഇടുന്നു, യോഹന്നാൻ ഇത് വീശുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു 1-ാം നൂറ്റാണ്ടില് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു മാനുഷികമായ ഒരു സാധനമല്ല. ദൈവം കർത്താവായ യേശുമിശിഹ എങ്ങനെ തെരുവിലൂടെ നടക്കുകയും അവർ വീടുകളിൽ കുടിവരികയൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചൊരു പരിപാടിയാണിത് എന്നെന്റെ മനസ്സിലൂടെ ഫ്ലാഷ് ചെയ്തു. ആ 991-ലാണ്. പിന്നെ ഞാൻ ഒരിക്കൽ പോലും ഇന്നേ വരെ ഓർത്തഡോക്സ് പള്ളിയിൽ പോയിട്ടില്ല. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ഡേ. അന്ന് ഇറങ്ങി. കാരണം ദൈവത്തിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടോ ബൈബിൾ സത്യമാണെന്ന് ഒന്നും അറിഞ്ഞുകൊണ്ടൊന്നും അല്ല. അന്ന് ഞാനൊരു സെമി നിരീശ്വരവാദി. ഈ മതം എല്ലാം കയ്യിലുള്ളപ്പോഴും ദൈവം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കുർബാന ചൊല്ലുന്ന കേൾക്കുന്ന ഇഷ്ടമാണ്, എനിക്ക് നീളമുള്ള പ്രാർത്ഥനകൾ ഇഷ്ടമാണ്, അതിന്റെ റിലീജിയസ് പാരഫ്രിനാലിയ എനിക്ക് ഭയങ്കര എൻജോയബിൾ ആണ്. പക്ഷെ അതേ സമയത്ത് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. ഇതൊക്കെ ദൈവവചനമാണോ ബൈബിൾ എന്ന് ചോദിച്ചാലും എനിക്ക് അറിയില്ല. സോ ദർ ഇസ് നോ ആക്റ്റീവ് ഫെയ്ത്ത്. പക്ഷെ ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് ഇറങ്ങാൻ കാരണം നമ്മളെ മണ്ടന്മാരാക്കരുത് എന്നുള്ള ഒരൊറ്റ ഇന്റലക്ച്വൽ ഓണസ്റ്റിയുടെ ഭാഗമാണ്. ഇത് കള്ളമാണ്, ഇതിനകത്ത് എനിക്ക് പങ്കില്ല, ഇതൊരു ഐഡലേറ്ററിയാണ്, ഇതൊരു വിഗ്രഹാരാധനയാണ്, ഞാൻ ഇനി ഇവിടെ പോകുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുമായിരുന്നു. വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ പോകുന്നില്ല, കാരണം ഇത് ഇങ്ങനെയാണ് പരിപാടി. പുള്ളിക്ക് ഭയങ്കര വിഷമമായി. നിന്നെ പഠിക്കാൻ പറ്റിയിട്ട് നീ ഇങ്ങനെ പോയല്ലോ, നിന്റെ വിശ്വാസം പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ വല്യപ്പൻ, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി തീക്ഷ്ണവാനായ ഒരു ഓർത്തഡോക്സുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലം അവസാനിക്കാറായി. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പെസഹ നോക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതെല്ലാം സുരേൻ ക്രിസ്ത്യാനോ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലത് ഈ പെസഹ വ്യാഴാഴ്ച അപ്പം നുറുക്കുന്ന ഒരു പരിപാടിയുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന അപ്പം ഉണ്ടാക്കിയിട്ട് കാർന്നവര്, ആ വീട്ടിലെ കാരണവരത് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പൊ ഈ പെസഹ ആചരിക്കാൻ വേണ്ടി, വീട്ടിലെ പെസഹ ആചരിക്കാൻ വേണ്ടി എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അങ്കിളിനോട്, അമ്മയുടെ ആങ്ങളയോട് പറഞ്ഞു, ഇവനെ പഠിക്കാൻ പറ്റിയിട്ട് ഇവന്റെ സ്ഥിതി വളരെ മോശമാണ്, ഇവൻ വിശ്വാസമൊന്നുമില്ല, കന്യാമറിയാമില്ല, വിഗ്രഹമില്ല, പള്ളിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അന്നേരം ഈ അങ്കിള് എൻ്റെ അമ്മയോട് ചോദിച്ചു, അവൻ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ആ മറിയമില്ല, മാതാവില്ല, വിഗ്രഹങ്ങളില്ല, ഓർത്തഡോക്സ് പള്ളിയിൽ തെറ്റാന്ന് പറഞ്ഞ് നടക്കുമെന്ന്. അപ്പൊ അങ്കിൾ പറഞ്ഞു, ശരിയാവും പറയുന്നത്, ഞാനിത് കുറെ നാളായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. അതോടെ അമ്മയ്ക്ക് എതിർക്കാനുള്ള ശക്തി ഇല്ലാതെ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ കാര്യം അപ്പനോട് പറഞ്ഞപ്പോ അപ്പൻ
അപ്പന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനും ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛനും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. കുറെ നാളിൽ അച്ഛൻ പള്ളിയിൽ കയറാൻ നടക്കായിരുന്നു. അതിന്റെ കാരണം ഒരു വിവാഹവുമായിട്ട് സംബന്ധിച്ച് അച്ഛൻ കല്യാണം നടത്താൻ വിസമ്മതിച്ചു. സ്ത്രീധനം ഇത്രാന്ന് എഴുതിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ ബഹളം ഉണ്ടായി, ഭയങ്കരമായിട്ട് പ്രശ്നമായി. അച്ഛൻ കല്യാണം നടത്താൻ വിസമ്മതിച്ചു. എന്റെ അപ്പൻ ചെന്ന് ഒത്തിരി ആർഗ്യൂ ചെയ്തതിന് നടന്നില്ല. അവസാനം അച്ഛൻ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു കൊണ്ടുപോയി. അന്ന് മുതൽ എന്റെ അപ്പം പറയുന്നത് ഇനി ഇവരുടെയൊക്കെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് പള്ളിയിൽ പോക്ക് നിർത്തിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഓർത്തഡോക്സ് ചർച്ച് വിടുന്നത്. അപ്പൊ പുള്ളിക്ക് വലിയ സന്തോഷമായി. പുള്ളി പറഞ്ഞു ഇതൊക്കെ തെറ്റാന്ന് എനിക്കും അറിയായിരുന്നു. CSI ആണ്, കാരണം പുള്ളിയുടെ CSI ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എന്റെ ഒരു ഇനിഷ്യേറ്റീവില് ഞങ്ങൾ CSI ചർച്ചിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് എന്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. 91 അവസാനിക്കും, 92 തുടങ്ങുന്ന സമയത്താണ്. അതിനുശേഷം CSI 92 തൊട്ട് 96 വരെയുള്ള കാലഘട്ടം ഞാൻ CSI ചർച്ചിൽ ഒരു 4 വർഷം അറ്റൻഡ് ചെയ്തത്. അത് നെടുങ്ങാടപ്പള്ളി CSI ചർച്ചിൽ, പിന്നെ കോട്ടയം കത്തീഡ്രൽ ചർച്ചിലൊക്കെ ഞാൻ ഇങ്ങനെ പോകുമായിരുന്നു. CMS സ്കൂളിൽ അവിടെ ഡിഗ്രിക്ക് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്താണ് എന്റെ ജീവിതത്തിൽ ഈ ഫെയ്ത്ത് സാൽവേഷൻ എന്നൊരു വിഷയം വരുന്നത്. കാരണം ഈ CSIക്കാരുടെ കൺവെൻഷനിലെല്ലാം മെയിൻ തീം എന്ന് പറയുന്നത് വീണ്ടും ജനനം, രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അത് അങ്ങനെയൊന്നും അതിനു മുമ്പ് കേട്ടിട്ടില്ല. ആം, ഈ ഈ ഈ ഒരു 4 വർഷക്കാലം എന്നെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു ട്രെയിനിങ് പോയിന്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു വർഷമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ഐ വാസ് അഗ്നോസ്റ്റിക് സോർട്ട് ഓഫ് എ പേഴ്സൺ. അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ, ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും ആർക്കറിയാം എന്ന് ചിന്തിച്ചാവുന്ന ഒരാളാണ്. ശാസ്ത്രമാണ് ഉള്ളതിൽ ഭേദം, കാരണം ശാസ്ത്രം വെച്ച് നമുക്ക് ജീവിക്കാം, ശാസ്ത്രം വെച്ച് ഒത്തിരി സത്യങ്ങൾ തിരിച്ചറിയാം. ഈ ബൈബിളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ശരിയാണോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയും എന്നൊക്കെയുള്ള വലിയ സംശയങ്ങളൊക്കെ ആയിട്ട് നടന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ CSI പള്ളി പോകുന്നുണ്ട്. ബട്ട് ഉള്ളിൽ ഇപ്പോഴൊന്നും ഫെയ്ത്ത് ഒന്നുമില്ല. പക്ഷെ കുറച്ചും കൂടെ ബുദ്ധിക്ക് ഇത് വഴങ്ങുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിനകത്ത് വിഗ്രഹങ്ങളില്ല, മറ്റു കുർബാന മണിയടികളൊന്നുമില്ല, മധ്യസ്ഥന്മാരില്ല, മറിയമില്ല, ഇതൊന്നുമില്ല. അപ്പം ഫെൽറ്റ് ഓക്കെ, ഐ എം കംഫർട്ടബിൾ. അങ്ങനെ പോകുന്ന സമയത്താണ് ഞങ്ങളുടെ ഫിസിക്സിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ഫിസിക്സ് കോൺഫറൻസിൽ സംബന്ധിക്കണം. ഇപ്പൊ ഇത് എന്റെ ചുറ്റുമുള്ളവരൊന്നും ഇത് അറിയുന്നില്ല. ഇപ്പൊ എന്റെ ഉള്ളിൽ നടക്കുന്ന ഈ മൈൻഡിലെ പോരാട്ടങ്ങളൊന്നും. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു 3-4 പിള്ളേര് ഈ ഫിസിക്സ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോ അവിടെ ഉള്ളൊരു പ്രസംഗം, അപ്പോഴും എന്റെ ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിലും അത് സ്ട്രോങ് ആണ്. അതൊരു ഷുവർട്ടി ഉള്ള ഫെയ്ത്ത് അല്ല എല്ലാം. പക്ഷെ ഈ അവിടെ കേട്ട ഒരു പ്രസംഗം ഇന്ന് ഞാൻ അതിനകത്ത് എത്ര ഓർമ്മ പോയാലും ആ പ്രസംഗം മറക്കില്ല. അവിടെ ഒരു അന്ന് പ്രസംഗിച്ച ഒരാൾ ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ശബ്ദം വളരെ കുറച്ച് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. 20 ഹേർട്സ് ടു 20,000 ഹേർട്സിന് ഇടയിലുള്ള ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. മറ്റു മൃഗങ്ങൾക്ക് വേറെ ശബ്ദം കേൾക്കാം. നമ്മൾ കാണാത്ത പലതും വേറെ മൃഗങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേൾവി എന്ന് നമുക്ക് പറയാൻ അവകാശപ്പെടാൻ പറ്റാത്ത പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിനും നമുക്കില്ല. ഈ പ്രപഞ്ചം മുഴുവൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, അതിന്റെ സൊല്യൂഷൻസിലോട്ട് എത്തുക എന്ന് പറയുന്നത് മനുഷ്യ ബ്രെയിനിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കാം, അവൈലബിൾ സത്യങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ന്യൂട്ടൺ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, ദൈവം പറഞ്ഞു പ്രകാശം ഉണ്ടാകട്ടെ, ഐസക് ന്യൂട്ടൺ ഉണ്ടായി. ഐസക് ന്യൂട്ടൺ വന്നിട്ട് ആപ്പിൾ താഴെ വീഴുന്നത് എന്തുകൊണ്ടാണ്, ഭൂമി കറങ്ങി സൂര്യനിൽ പോയി വീഴാത്തത് എന്തുകൊണ്ടാണ്, തെറിച്ചു പോയി ദൂരോട്ട് സൂര്യനെ നടന്നു പോകാത്ത എന്തുകൊണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തു ഒത്തിരി കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും തുടങ്ങിയത് ഈ ന്യൂട്ടന്റെ പരിപാടികളാണ്. ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അത് ഒത്തിരി കാര്യങ്ങൾ, ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സത്യങ്ങളെല്ലാം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ശാസ്ത്രത്തിൽ ഭയങ്കരമായ വിശ്വാസം കൂടി. അതുവരെ മതമായിരുന്നു ഒരു സാമാന്യ ജീവിതത്തെ ലോകത്ത് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന. ഈ ന്യൂട്ടോണിയൻ കാലഘട്ടത്തിന് ശേഷം, അതിന് ഇംഗ്ലീഷ് റിനേസൻസ് കാലഘട്ടത്തിന് ശേഷം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം, ഈ ഇൻഫർമേഷൻ വിപ്ലവമൊക്കെ ഉണ്ടാകുന്ന കാലത്ത് അതിനെല്ലാം ന്യൂട്ടനും ഗലീലിയോയും ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാര്, ഷേക്സ്പിയറിനെ പോലുള്ള എഴുത്തുകാര്, അത് എഴുത്തിലായാലും ശാസ്ത്രത്തിലായാലും എല്ലാത്തിനകത്തും ഒരു സ്വാതന്ത്ര്യം. അതേ സമയത്താണ് ഇംഗ്ലീഷ് റിഫോർമേഷൻ, യൂറോപ്പിൽ റിഫോർമേഷൻ, നവീകരണം ഉണ്ടാകുന്നത്. ആൾക്കാർക്ക് ഫ്രീഡം, പോപ്പ് പറയുന്നതെല്ലാം കേൾക്കേണ്ട കാര്യമില്ല, ബൈബിൾ പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കുന്നു, ഭയങ്കര ഒരു കുതിച്ചാട്ടം ഉണ്ടായി. അങ്ങനെ മുമ്പോട്ട് പോയി കുറെ കഴിഞ്ഞപ്പം ആളുകൾ നിരീശ്വരവാദികളാകാൻ തുടങ്ങി, പരിണാമവാദം ഉണ്ടായി. നമുക്ക് ഈ പ്രപഞ്ചം ഒന്നും കണ്ടുപിടിക്കാൻ ദൈവത്തിന്റെ ആവശ്യമില്ല, നമുക്ക് നിരീശ്വരവാദം ഓക്കെയാണ്, അതാണ് കറക്റ്റ്. ദൈവത്തെ യൂറികകാരൻ പോയി സ്പേസിൽ പോയി കണ്ടിട്ട് അവിടെ എങ്ങും ആരും ഇല്ല, ഞാൻ ദൈവത്തെ അന്വേഷിച്ചിട്ടൊന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു വന്ന് അങ്ങനത്തെ ഒരു കണ്ടാൽ വിശ്വസിക്കാം, അനുഭവിച്ചാൽ വിശ്വസിക്കാം, അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ പ്രൊഫസർ പറയാണ്,
ദൈവം പറഞ്ഞു ലെറ്റ് ദർ ബി ഡാർക്ക്നെസ് അഗെയിൻ, വീണ്ടും അന്ധകാരം വ്യാപിക്കട്ടെ. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായി. പുള്ളിയുടെ പ്രസംഗമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ലോകത്തിൽ ഒരു വസ്തു നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാം ആപേക്ഷികം, റിലേറ്റീവ്. ഇപ്പൊ നമ്മളൊരു ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിന്റെ സ്പീഡ് നോക്കുന്നവരല്ല വേറൊരു ട്രെയിനിൽ ഇരുന്നു. വേറെ ട്രെയിൻ നോക്കുമ്പോൾ ഇത് ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നു, പക്ഷെ പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ ഇത് പതുക്കെ പോകുന്നതായിട്ട്. അതിനകത്തിരിക്കുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുന്നവർ തോന്നും. അപ്പൊ ഇതെല്ലാം ആപേക്ഷികമാണ്. അപ്പൊ ഒന്നിനെ വെച്ച് നോക്കുമ്പോൾ അപ്പം നമുക്ക് ലോകത്തിലൊന്നും ഒരു സ്പേസിലെ ഒരു 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 ഫ്രെയിം ഓഫ് റെഫറൻസിൽ പോയി നിന്നുകൊണ്ട് ഇത് ഇങ്ങനെയാണ് അത് ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു സ്ഥലമില്ല. എവിടെ നോക്കിയാലും അതാ മറ്റൊന്നിനോട് ആപേക്ഷികമായിരിക്കും. അപ്പൊ ആൾക്കാർ ചോദിച്ചു പിന്നെ എങ്ങനെ ഇത് ട്രൂത്ത് മനസ്സിലാകുന്നത്? അതിനുള്ള എനിക്കറിയാൻ മേല. അപ്പൊ പിന്നെ എല്ലാം ഡാർക്ക്നെസ് ആയി. ഇത് അതിന്റെ പ്രസംഗമാണ്. ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നു, ന്യൂട്ടൺ പറഞ്ഞെല്ലാം തെറ്റാന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പിടിച്ചിട്ടുണ്ട്. അതേ എഴുതിയത്, അത് മലയാളിയാണ്. ഇതും കണ്ടിട്ട് ഞാൻ KSRTC വണ്ടിയിൽ കയറി തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചത്, ഈ ശാസ്ത്രത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ, ശാസ്ത്രം സത്യമാണ്, ഒരിക്കലും നമ്മൾ ശാസ്ത്രത്തെ നിഷേധിക്കാൻ പാടില്ല. കാരണം ശാസ്ത്രത്തിന് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് മതത്തെ വെച്ച്. മതം ഒരിക്കലും അത് വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാറ്റി പറയില്ല. എന്നാൽ ശാസ്ത്രം എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഓപ്പണാണ്. അവര് ഇന്ന് വിശ്വസിക്കുന്ന, ഇന്ന് ഉച്ച വരെ വിശ്വസിച്ച കാര്യം നാളെ വേറൊരു തെളിവ് വന്നാൽ അവർ ഇത് മാറ്റിയിട്ട് അത് വിശ്വസിക്കും. കാരണം ദ ഓൾവേസ് സീക്ക് ദ ട്രൂത്ത്. ഈ മതം അങ്ങനെയല്ല. മതം ഒരു 2000 വർഷങ്ങൾക്കും 5000 വർഷങ്ങൾക്കും മുമ്പ് എന്റെ അപ്പന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് സയൻസ് ഓൾവേസ് റീഇൻവെന്റ്സ് ഇറ്റ് സെൽഫ്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശാസ്ത്രം ഇസ് ഓൾവേസ് എ ഗുഡ് തിങ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രപഞ്ചത്തിന്റെ സത്യങ്ങൾ നമുക്ക് ജീവിക്കാൻ, ഈ ചെറിയ ജീവിതം ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ചില ട്രൂത്ത്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു ഫൈനൽ ഒപ്പീനിയൻ പറയാൻ ഈ ശാസ്ത്രത്തിന് സാധിക്കില്ല. ബിക്കോസ് അത് ശാസ്ത്രത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ ലിമിറ്റേഷൻ ആണ്, നമ്മുടെ ബുദ്ധിയുടെ ലിമിറ്റേഷൻ. ഇപ്പൊ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും ബുദ്ധിയുള്ള ആൾ ന്യൂട്ടൺ ആയിരുന്നാ പറയാൻ. അതിനും ബുദ്ധിയുള്ള എത്രയോ ആൾക്കാർ എവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവരൊക്കെ വിചാരിച്ചാലും ഈ ഭൂമിയെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുക, മൈൻഡ് കൊണ്ട് അതിനെ അപഗ്രഥിക്കുക, ഇതിനെല്ലാം ഒന്ന് കാണുക, വിഷ്വലൈസ് ചെയ്യുക നടക്കുന്ന കാര്യമല്ല. യൂണിവേഴ്സ് ഇസ് ടു വാസ്റ്റ് ഫോർ ദാറ്റ്. അപ്പൊ ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് ആലോചിക്കുമായിരുന്നു, ന്യൂട്ടൺ പറഞ്ഞത് ഐൻസ്റ്റീൻ മാറ്റി, ഇനി അടുത്തയാള് വേറെ മാറ്റുമായിരിക്കും. അപ്പോഴും നമ്മൾ ശാസ്ത്രം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ ഭരണഘടന മാറുന്നു, ലോകത്തുള്ള എല്ലാം മാറുന്നു. മതം, നമ്മള് ത്രേതായുഗത്തിലും ദ്വാപര യുഗത്തിലുമുള്ള അന്ന് നടന്ന കാര്യങ്ങൾ ഇന്ന് ആപ്ലിക്കബിൾ അല്ല, അത് അന്ന് ആപ്ലിക്കബിൾ അല്ല. നിങ്ങൾ മറ്റു മതങ്ങളെ നോക്കി 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യങ്ങൾ ഇന്ന് അതുപോലെ ജീവിക്കാൻ പറ്റില്ല. ജീവിച്ച പ്രശ്നമാണ്. എല്ലാത്തിനും മാറ്റം വന്നേ പറ്റും. കാരണം മതത്തിന്റെ ഒരു പ്രത്യേകത, പക്ഷെ അവർ മാറാൻ തയ്യാറാവില്ല. അതാണ് മതത്തിന്റെ ഡോക്മ എന്ന് പറയുന്നത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ പോയി, മാറണ്ടാത്തതായിട്ട് ഒരേ ഒരു കാര്യം ലോകത്തുള്ളൂ, അത് പുതിയ നിയമത്തിലെ നീതിയാണ്. അത് ഇനി ഒരു 5000 വർഷം കഴിഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് എത്താൻ പോലും ഒരു മനുഷ്യന് സാധിക്കത്തില്ല. അത് മാറ്റാനോ തിരിക്കാനോ ഒരു ബെറ്റർ നിയമം കൊണ്ടുവരാനോ. കർത്താവ് 2000 വർഷം മുമ്പ് പറഞ്ഞല്ലേ, ഇപ്പം 2000 വർഷം കഴിഞ്ഞല്ലോ, നമുക്ക് കുറച്ചുകൂടി ഇത് ഇമ്പ്രൂവ് ചെയ്യാം, കുറച്ചുകൂടി ഒരു മനുഷ്യത്വം അതിനകത്ത് കൂട്ടാം, കുറച്ചും കൂടി ഒരു സ്നേഹം വർദ്ധിപ്പിക്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം ദാറ്റ്സ് മാക്സിമം. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് നീതിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. അബ്സല്യൂട്ട് ആയിട്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് എന്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നൊന്നുമില്ല. ഇതൊരു ഇന്റലക്ച്വൽ അവയർനെസ് ആണ്. ഈ ബുദ്ധി കൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു ബൈബിളിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, ഇത് എത്ര വർഷം കഴിഞ്ഞാലും അത് ട്രൂത്ത് ആയിട്ട് തന്നെ അവശേഷിക്കും എന്നെനിക്ക് ബോധ്യമായി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതിന് കാരണം ഒരാദർശമാണ്. അതായത് നമ്മൾ ഈ നീതിമാനാകാൻ ശ്രമിക്കുമ്പോൾ അങ്ങേയറ്റം ആകാൻ ശ്രമിക്കും. തിന്നാൻ വേണ്ടി കൊല്ലരുത്, തിന്നാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ കൊല്ലാം. ഇവിടെ ഇത്രയും വെജിറ്റേറിയൻ പച്ചക്കറിയും എല്ലാം ഉള്ള കേരളം പോലൊരു സ്ഥലത്ത് എന്തിനാണ് കൊതി തീർക്കാൻ വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നത് എന്ന ഒരു ആശയമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പാല് കുടിക്കില്ലായിരുന്നു, മുട്ടയും മീനും പാലും ഒന്നും കഴിക്കത്തില്ല, മുട്ടയും മീനും ഇറച്ചിയും ഒന്നും കഴിക്കില്ല. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേറൊരു സ്വഭാവം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴും ബുക്സിനകത്ത് കിടന്നുറങ്ങുന്ന ഒരാളായിരുന്നു.
അത് ഫിക്ഷൻ അല്ല. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു ബുക്ക് കൈ കിട്ടിയപ്പോൾ, അന്ന് ഞാൻ സീമസ് കോളേജ് പഠിക്കുമ്പോഴും സൈക്കോളജിയും അതും ഇതെല്ലാം കൈ കിട്ടുന്നെല്ലാം വായിക്കാൻ പറ്റുന്നിടത്തോളം എല്ലാം വായിക്കാം. മനസ്സിലായിട്ടൊന്നുമല്ല എങ്കിലും നമ്മൾ തത്വമസി ഇതെല്ലാം ഇതിനിടയിലൊക്കെ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഓർക്കുന്നു. അപ്പോ അങ്ങനെ ഈ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി ജനുവരി മാസം ഒരു ബുക്ക് ഫെയർ വരും ഈ കോട്ടയത്ത്. ശാസ്ത്രി അവിടെ ഒരു എന്താ കോട്ടയത്ത് സെൻട്രൽ മൈതാനത്തിൽ ഒരു ബുക്ക് ഫെയർ വരും. അപ്പൊ അതിന് കാശ് കൂട്ടി വെക്കാൻ വേണ്ടി ഞാൻ ഒരു നേരം ഫുഡ് കഴിക്കണം. 4 മണിക്ക് മാത്രം ഒരു മസാല ദോശ കഴിച്ചാൽ മതി. കാരണം അന്ന് രാത്രി പിന്നെ വിശക്കത്തില്ല മസാല ദോശ കഴിക്കാൻ. പിന്നെ വൈകിട്ട് വരെ പിടിച്ചു നിൽക്കുക, മസാല ദോശ കഴിക്കുക, ബാക്കി 2 നേരത്തെ ആഹാരത്തിന്റെ പണം സേവ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ആശയങ്ങൾ. പക്ഷെ അന്ന് ഞാൻ ഈ ബേക്കർ ജംഗ്ഷനിലൂടെ പോകുമ്പോൾ എൻ്റെ കാലുകൾ ഒരു ഹോട്ടലിലേക്ക് നീങ്ങി, ഒരു ചായക്കടയിലേക്ക്. സാധാരണ ചായക്കടയിൽ പോയാൽ മുതലാവില്ല. അവിടുത്തെ 2 കടിയും ചായ കുടിക്കുമ്പോഴേക്കും ഒന്നാമത് ഞാൻ ചായ കുടിക്കാറില്ല, വിശപ്പ് മാറുമില്ല, എന്നാ പൈസ പോവുകയും ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ കയറാറില്ല. പക്ഷെ അന്ന് ഞാൻ അവിടെ കയറിയപ്പം എൻ്റെ ടേബിളിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്റ്റുഡന്റ് ലീഡർ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പേരൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഇപ്പൊ കർത്താവ് വന്ന സ്വർഗത്തിൽ പോകുമോ? ഞാൻ ഈ പ്രസംഗം കുറെ കേട്ടിട്ടുണ്ട്, CSI പോയിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ട്. അപ്പം ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്, ഇന്ന് രാത്രി വന്നാൽ നിന്റെ ആത്മാവിടെ, ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന. ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ചു എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നേ. നിങ്ങളിപ്പോൾ മതത്തിനകത്ത് തന്നെയാണ്. എനിക്കത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നി. പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് എന്താണ് രക്ഷയെന്നും എങ്ങനെയാണ് ഈ അഷുറൻസ് പ്രാപിക്കേണ്ടതെന്നും ആ ഹോട്ടലിൽ ചായ കുടിക്കാനിരുന്നതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഞാൻ അവിടെ കയറേണ്ടതല്ല, പക്ഷെ ദൈവം എന്നെ അവിടെ കയറ്റി. അയാൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. രാത്രി ഹോസ്റ്റലിൽ പോയിരുന്നേന് ഇങ്ങനെ ആലോചിച്ചു. കർത്താവിന്റെ മുമ്പിൽ അതുവരെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നീതിമാനായിട്ട് നടന്നയാളാണ്. ഞാൻ ഈ ഭാഗം പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നീതിമാനാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവിന് മുമ്പിൽ അന്ന് നമ്മുടെ ഒരു പാട്ടിൽ പറയുന്ന പോലെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണ് മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാതം എന്നുള്ള പാട്ട്. ആ പാട്ട് അന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ആ പാട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് നടന്നത്. അതിന് ഒന്നാമത്തെ സ്റ്റാൻസ, പരമനീതിയിൻ ദുരിതത്താൽ എന്നെ അരിയാൻ നിന്നൊരു നേരം പരമൻ നീ അതാൽ അരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. അപ്പൊ ഇതുവരെ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന വെജിറ്റേറിയൻ ആണ്, ആൾക്കാർ ഉപദ്രവിക്കുന്നില്ല, ഡീസന്റ് ആണ്, സാർമാർ പറയുന്നതനുസരിക്കുന്നു, കള്ളുകുടിയില്ല, സിഗരറ്റ് വലിയില്ല, എന്റെ ജീവിതത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇതൊന്നും എന്റെ അടുത്തോടെ പോലും പോയിട്ടില്ല, വേണ്ടാത്ത ഒരു പരിപാടിക്കും ഒരു പ്രണയത്തിൽ പോലും അകപ്പെട്ടിട്ടില്ല, ഭയങ്കര സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ ഭയങ്കര ദുഷ്ടനാണ്. നമ്മൾ നീതിമാന്മാരാകാൻ ശ്രമിക്കും തോറും നമ്മൾ ദുഷ്ടന്മാരായിക്കൊണ്ടിരിക്കും. അതാണ് പരീക്ഷന്മാർക്ക് സംഭവിക്കുന്നത്. ഞാൻ നീതിമാനാകാൻ വില കൊടുത്ത് നീതിമാനായതുകൊണ്ട് എല്ലാവരും എന്നെ പോലെ വില കൊടുക്കണമെന്നും വില കൊടുക്കാത്തവനൊന്നും ഗുണമില്ലെന്നും ഉള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ചുറ്റുമുള്ളവർ എല്ലാ പിള്ളേരും ഞാൻ വിധിക്കുകയാണ്, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അവൻ ശരിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ നീതിമാൻ. ആ ഒരു കണ്ടീഷനില്ല. അന്ന് വരെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് ഞാൻ നീതിമാനാണ്. പക്ഷെ കർത്താവിന്റെ നീതിയുടെ മുമ്പിലേക്ക് അന്ന് ഞാൻ തുറന്നു, എൻ്റെ ഹൃദയം തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വെട്ടിയരിഞ്ഞ നരകത്തിലിടാനല്ലാതെ ഒരു നന്മയും. കാരണം ഈ നീതിയുടെ പിന്നാലെ പോകുമ്പോഴെല്ലാം ഞാനൊരു ദുഷ്ടനായി മാറുകയായിരുന്നു. ജഡ്ജിങ് പീപ്പിൾ, കണ്ടമിങ് പീപ്പിൾ, അത് പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രക്ഷിക്കപ്പെട്ട ശേഷവും വർഷങ്ങളോളം ആ ഒരു സ്വഭാവം, ഈ ആളുകളെ വിധിക്കുന്ന, കണ്ടം ചെയ്യുന്ന സ്വഭാവം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു. അത് ചെറുപ്പകാലത്തെ റെസിഡ്യൂ ആണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കുറെ കഴിഞ്ഞ് ഇതൊക്കെ ഒതുങ്ങത്തുള്ളൂ. ടേക്ക് സം ടൈം. ഞാനപ്പോ എന്നെ കണ്ടിങ്ങനെ ഏറ്റവും വലിയ പാപിയായിട്ട് അന്ന് ഞാൻ അലറി നിലവിളിച്ച ഒരു കരച്ചിൽ മാത്രമാണ് എനിക്ക് ശരിക്കും ഓർമ്മയുള്ളത്. കർത്താവ്, എന്നെ നീ വിട്ട്, എന്നെ നരകത്തിൽ നീ കളഞ്ഞിട്ട് വേറെ ആരുടെയെങ്കിലും അടുത്തോട്ടേക്ക് പോയിക്കോ, എനിക്ക് നിന്റെ മുമ്പ് നിൽക്കുന്നതാണ് നരകത്തിൽ പോകുന്നതിനേക്കാളും കഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ കർത്താവിന്റെ ഒരു സമാധാനം എനിക്ക് തന്നത്, ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു, നിനക്ക് പകരം കർത്താവ് നിന്റെ ശിക്ഷകളെ ഏറ്റതിനാൽ നീ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ നിന്റെ സ്ഥാനത്ത് എന്റെ പുത്രൻ അന്ന് പീലാത്തോസിന് മുമ്പിൽ നിശബ്ദനായിരുന്നു നിന്റെ കുറ്റങ്ങളെ ഏറ്റ് നിന്റെ കുറ്റം തീർക്കാൻ വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ഈ ഒരു വീണ്ടെടുപ്പാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നോക്കുമ്പോൾ ഞാൻ ഇന്ന് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാറുള്ളൂ. കഴിഞ്ഞ ആഴ്ച നടത്തിയ, കഴിഞ്ഞ 9 ആഴ്ച എനിക്ക് പ്രശ്നമല്ല, നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, കർത്താവിൻ്റെ അടുത്ത് പോയാൽ മതിയല്ലോ. ബട്ട് അന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഫോർ മീ ഞാൻ ഇങ്ങനെയുള്ള ഒരാളാകുമായിരുന്നില്ല. അപ്പൊ
ആ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ലൈഫിൽ പ്രധാനമായിട്ടുള്ളൂ എന്ന് എനിക്ക് അന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ ആ ഒരു അതിനുശേഷം അന്ന് തന്നെ എനിക്ക് അറിയാം സുവിശേഷവേലയ്ക്കുള്ള ഒരു വിളി എനിക്ക് വരുന്നുണ്ട്. കാരണം ഈ കർത്താവിന്റെ ജീവൻ, അവന്റെ രക്ഷ മാത്രമല്ല, എന്റെ കൂടെ അവന്റെ കർത്തൃത്വം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് നമ്മൾ മനസ്സിലാക്കും. കർത്തൃത്വം എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. രക്ഷിക്കുന്നു എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ കർത്തൃത്വം എന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു വില്ലൊന്നുമില്ല. നമ്മൾ എങ്ങോട്ട് പോകണം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ജീസസ് ഈസ് മൈ ലോർഡ്, ഹി വിൽ ഡിസൈഡ് വാട്ട് ഐ ഷുഡ് ഡു. ഇത് കണ്ടിന്യൂ ചെയ്യണോ, പഠിച്ച് തീർക്കണോ, 3-ാം വർഷം കോളേജിൽ പോകണോ, സുശേഷ വേലയ്ക്ക് പോകണോ, അതോ നാട് വിട്ടു പോകണോ, എല്ലാം തീരുമാനിക്കുന്ന കർത്താവാണ്. അപ്പൊ എന്റെ വില്ല്, ഞാൻ മരിച്ചു, ഐ ഡൈഡ്. ഇത് 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 നമുക്ക് രക്ഷിതാവെന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. കർത്താവ് ക്രൂശിൽ മരിച്ച് എന്നെ രക്ഷിച്ചു. പക്ഷെ കർത്താവെന്ന് ചുമ്മാ പറയാൻ കുഴപ്പമില്ല, നമ്മളെപ്പോഴും കർത്താവ് കർത്താവ് ചുമ്മാ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹി ബിക്കംസ് അവർ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാനില്ലെന്നുള്ളതാണ്. ഗോൺ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കർത്താവ് സുവിശേഷവേലയ്ക്ക് ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് അന്നേരം അപ്പനോടും അമ്മയോടും ഈ പെർമിഷൻ ചോദിക്കാൻ സമയം കിട്ടാൻ സാധ്യതയില്ല. കാരണം കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ ഫോണൊന്നുമില്ല. ഞങ്ങൾ ഫോൺ ചെയ്യാൻ തന്നെ കുറെ ദൂരം നടന്ന ഞങ്ങൾ ഹൈ റേഞ്ചിലായതുകൊണ്ട് അവിടെ കറണ്ട് പോലും ഇല്ല. ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, കാരണം അങ്ങോട്ട് വലിക്കാൻ പറ്റത്തില്ല, അത്ര മരണം മൂലമാണ്. എന്റെ ഫാദർ മിലിറ്ററിയിലായിരുന്നു, ഞാൻ പറഞ്ഞില്ല, മിലിറ്ററിയിലായിരുന്നു. അപ്പൊ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് കൃഷിപ്പണിയൊക്കെ ആയിട്ട് കൂടാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് അങ്ങനെ കൃഷിക്ക് വേണ്ടി സ്ഥലം വാങ്ങിച്ച് അവിടെ കൂടിയതാണ് ഹൈ റേഞ്ചിൽ. അപ്പൊ അവിടെ ഫോണോ കറണ്ടോ ഒന്നുമില്ല. അപ്പോ വിളിച്ചറിയിക്കാൻ പറ്റില്ല. ഞാൻ എന്നെ കർത്താവ് പറയും, മോനെ നിർത്തിക്കോ, നീ സുശേഷ വേലയ്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചറിയിക്കാൻ മാർഗമില്ല. കത്തയച്ച 4 ദിവസം കിട്ടും. അപ്പൊ ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇരുന്നിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു, അടുത്ത അവധിക്ക് ഞാൻ വന്നില്ലെങ്കിൽ ഡോണ്ട് ബി വറീഡ് അബൌട്ട് മീ. അത് പറഞ്ഞ ശേഷമാണ് ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് പറഞ്ഞ്, നിന്നെ ഞാൻ കർത്താവായി അംഗീകരിക്കുന്നു. അതുവരെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. കർത്താവ് അംഗീകരിക്കുന്നു പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ഡേ പിന്നെ നമുക്കൊന്നും അറിയില്ല. നമ്മള് എങ്ങോട്ടാ പോകേണ്ടത്, എന്താ പ്ലാന്, എന്തിനാ, എത്ര നാൾ ജീവിക്കണം, എന്ത് പ്രസംഗിക്കണം, ഇതൊന്നും നമുക്കറിയില്ല. വി ലോസ്റ്റ് ഇറ്റ്, ഐ ഡൈഡ്. പക്ഷെ കർത്താവ് ഉടനെ ഒന്നും സുവിശേഷ വേലയ്ക്ക് വിളിച്ചില്ല. 2 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. 97-ലാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് കർത്താവിന്റെ വിളി എനിക്കുണ്ടാകുന്നത്. അത് ഒരു നൈറ്റില്. പ്രോഫറ്റ്സിനെ എത്ര എതിര് ഞാൻ പറഞ്ഞാലും, ഞാൻ ഇന്ന് പ്രോഫറ്റ്സിനെ ഒത്തിരി എതിര് പറഞ്ഞ് നിങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ അവരൊരു കാരണമായിട്ടുണ്ട്. കാരണം ഒരു മാസം, ഒരു 40 ദിവസം ഉപവാസം ഞങ്ങളുടെ ചർച്ച നടക്കുന്ന സമയത്ത്, അത് പരിജ്ഞാനത്തിലൊന്നല്ല, ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ആ വഴിക്ക് പോകത്തുമില്ല. ഈ 40 ദിവസത്തെ ഉപവാസത്തിന്റെ എന്നോട് 10 പ്രവാചകന്മാരാണ് പറഞ്ഞത് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങും. അപ്പൊ ഇതിനകത്ത് 2 പേരുടെ പ്രോഫസി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഒരാള് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി 10 മണിയായപ്പോൾ എന്റെ അങ്കിളുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, അവിടെ ചർച്ചിനോട് അടുത്ത്. ഇവിടുത്തെ പാസ്റ്ററെ വിളിച്ചോണ്ട് അവരുടെ വീട്ടിൽ വന്നു, എന്റെ അങ്കിളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ രാത്രി ചെന്നൈക്ക് പോവാണ്, നാളെ കാണില്ല, നിന്നോട് ഇത് പറയാതെ എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ 2ാമത് വന്നാണ്, നീ കർത്താവിന്റെ മിഷണറി ആയിട്ട് നിന്നെ വിളിച്ചിരിക്കുകയാണ്, അത് പറയാൻ വേണ്ടി മാത്രം വന്നാന്നുകൊണ്ട് പുള്ളി രാത്രി പോയി. പിന്നെ ഒരു ദിവസം ഇത് ഒത്തിരി ആയി കഴിഞ്ഞപ്പം പ്രവചനങ്ങൾ ഇങ്ങനെ പുറകെ ഇങ്ങനെയുള്ള റാഡിക്കൽ പ്രവചനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നോട് നീ പറയാതെ ഞാൻ എങ്ങനെ ഇറങ്ങും, എനിക്കൊരു ഉറപ്പും കിട്ടുന്നില്ല. ഒരു ദിവസം ഞാൻ രാത്രി എന്നിട്ട് ഈ ഉപവാസ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തന്നാൽ, ഒരു ഉറപ്പ് തന്നെ ഞാൻ ഇറങ്ങിക്കോളാം, കാരണം നീ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് ആലോചിക്കാനില്ല. അപ്പൊ കർത്താവ് എനിക്ക് ഒരു വാക്യം എന്നോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു, എന്റെ ആടുകളെ മേയ്ക്കും. ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം വേറൊരു പാസ്റ്റർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു. അപ്പൊ എന്റെ തടി കാരണം, ഞാൻ അന്നും ഇന്നും തടി തന്നെയാണ്. അപ്പൊ തടി കാരണം ഞാൻ ഈ സാധാരണ പെന്തിക്കോസായിട്ടിരിക്കുന്ന പോലെ ചമ്രം പടിഞ്ഞ് ഫ്രണ്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നെ കാണുമ്പോഴേ ആൾക്കാർ അനാത്മികരായിട്ടാണ് കാണുന്നത്. അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ ഒരു ദിവസം എന്റെ ഇരിപ്പ് കണ്ടിട്ട്, ഈ ഷേവ് ഒന്നും ചെയ്യാതെ, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഞാൻ തലമുടി നീട്ടുന്ന ഓരോ സമയത്ത് തലമുടി പല ഷേപ്പില്ല, കാരണം എനിക്കിത് വെട്ടാനൊന്നും ഓർമ്മയൊന്നും വരില്ല, അത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പം ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പോയിട്ട് രാത്രി വന്ന് അടിമാലി
ഏജിലിരിക്കുമ്പോൾ അന്ന് ഒരു പ്രവാചകനോട് ശുശ്രൂഷിക്കും. അവിടെ എപ്പോഴും പ്രവാചകന്മാരായിരുന്നു അന്ന്. പുള്ളി എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഏറ്റവും പുറകെ പോയി ചാരിയിരിക്കുന്നത് എന്തോ ഗുരുത്തക്കേട് ഒപ്പിച്ചു വന്നെന്ന് പുള്ളിക്ക് തോന്നി. പുള്ളി പറഞ്ഞു, നീ പല കള്ളും കുടിച്ച് റോഡിലൂടെ തോന്നിയ പോലെ നടന്ന് അതിക്രമം കാണിച്ച് നിന്നെ എത്രയും പെട്ടെന്ന് പോലീസിന്റെ പിടിയിലാകുന്നതിന് മാനസാന്തരപ്പെട്ടോളം പറഞ്ഞു പുള്ളി എന്നോട്. അപ്പൊ എനിക്ക് മനസ്സിലായത് വലിയൊരു പങ്ക് മുഖലക്ഷണം അടിച്ചു കൊടുത്തു. കാണുന്നു നോക്കി. അപ്പൊ ഞാൻ ഈ പുറകിൽ പോയി, ഇതൊക്കെ അതിനും ഇത് പിന്നീട് നടന്ന കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ ചാരിയിരിക്കുന്നു. അപ്പോ തലേ ദിവസം പുള്ളി വൈകിട്ടുണ്ടായിരുന്നു. അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു, എടാ മോനെ, ഇത്തിരി പ്രായമേടാ, നിനക്ക് വേണ്ടി ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ കർത്താവ് എന്നോട് പറയുന്നത്, നീ യോഹന്നാന്റെ മകനായ ശിമോനെ നീ ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നു, എന്റെ ആടുകളെ മേയ്ക്ക എന്ന് അവനോട് പറ എന്നാണ്. അപ്പൊ ഈ വാക്യമായിട്ട് ഞാൻ ഇരിക്കുന്നേ. അപ്പൊ അന്നേരം ഈ പുള്ളി പറഞ്ഞു, അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, അവനോട് ഇന്നലെ സംസാരിച്ച് പോകാൻ ഹയർ സ്റ്റഡീസിന് പോകുന്ന കാര്യമൊക്കെ ആണല്ലോ പറഞ്ഞത്. ഇവനോട് ഞാൻ എങ്ങനെ പോയി ഈ പഠിക്കുന്ന പിള്ളേർ, അങ്ങനെ അംബീഷ്യസ് ആയിട്ടുള്ള പിള്ളേരുടെ തൊട്ട് ഇത് എങ്ങനെ പറയും എന്ന് ആലോചിച്ചപ്പം കർത്താവ് പറഞ്ഞു, നീ ഇവയിലെല്ലാം അധികം അതിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ചോദിക്കാൻ പറയണ്ടത്. ഇങ്ങനെ പറയുന്നത് അല്ല, തലയ്ക്ക് വെച്ച് പ്രവചിക്കുക. അപ്പൊ എനിക്കിതൊരു കൺഫർമേഷൻ, എനിക്ക് കിട്ടിയ അതേ വാക്യം തന്നെ. അപ്പൊ ഞാൻ കുറെ എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ അതെല്ലാം വിട്ടിട്ട് ബൈബിൾ കോളേജിൽ പോയി ചേർന്നു. 98 എനിക്ക് കുറച്ച് നാളെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചേർന്ന്, 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ചേർന്നത്. 98 അസംബ്ലി ഓഫ് ഗോഡ് ബഥേൽ ബൈബിൾ കോളേജിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. പുനലൂരില് 3 വർഷം അവിടെ പഠിച്ചു, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി അവിടെ നിർത്തി. ഇതിനിടയിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് എന്നെ സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ എന്നോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം CSI ചർച്ചിൽ നിന്ന് ഞാൻ കേട്ട സുവിശേഷം, ഇതിനിടയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ ആദ്യം പഠിക്കുന്നത് ഒരു റോമൻ കാത്തലിക് നടത്തുന്ന ഒരു പ്രൈമറി സ്കൂളിലാണ്. ഈ പ്രൈമറി സ്കൂളില് എനിക്ക് ഒരുവിധം നല്ല മാർക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ എപ്പോഴും ഗിഫ്റ്റുകൾ തരും. മിക്കവാറും തരുന്നതൊക്കെ പഴയ ക്രിസ്മസ് കാർഡുകളായിരിക്കും. അവർക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും അയച്ചു കിട്ടുന്നത്. അവർ ആ പേരൊക്കെ വെട്ടിക്കളഞ്ഞ് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് നല്ല പടം പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് മാത്രം അവര് പുണ്യാളന്മാരുടെ കഥകളാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ഓർത്തഡോക്സുകാരനെന്ന് അറിയാവുന്നതുകൊണ്ട് കത്തോലിക്കൽ ആൾക്കാർ മോശക്കാരല്ലെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കും കൊച്ചുറാണിയുടെ കഥ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ കഥ, ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ് ഞാൻ വായിച്ചത്. അപ്പൊ ചെറുപ്പത്തിൽ എനിക്ക് വായന അന്ന് തുടങ്ങിയത്. അപ്പം ഇതെല്ലാം വായിക്കുമെന്ന് അവർക്ക് അറിയുകയും ചെയ്യും. CSI ചർച്ചിലെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. ആകെ 4 വർഷം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ മുഴുവൻ പറയുന്ന മിഷണറിമാരുടെ കഥകളാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. വില്യം കേരി, അവർക്ക് ഒത്തിരി മിഷണറിമാരുണ്ട്. പണ്ട് കാലത്ത് ഇംഗ്ലീഷ് മിഷണറിമാര്, കേരളത്തിൽ വന്നവര്, പ്രസ് ഉണ്ടാക്കിയവര്, സുവിശേഷം പറഞ്ഞവര്, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാര്. ഇപ്പൊ മിഷണറിമാരായിട്ട് പോയി ആഫ്രിക്കയിൽ പോയി മരിച്ചവര്, CT സ്റ്റഡിന്റെ കഥ, ഇതെല്ലാം ഈ CSIക്കാരുടെ കൂടെ നടക്കുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പോ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഹോസ്റ്റലില്, CMS കോളേജിന്റെ ഹോസ്റ്റലില് നിൽക്കുന്ന കാലഘട്ടത്തിലും ഈ ഫെലോഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. 4-5 പേരേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരോടും സുവിശേഷം പറയാൻ പറ്റി. അവിടെ ഭയങ്കര റെവല്യൂഷൻ പോലെ ആയിരുന്നു വിശ്വാസം എന്ന്. പക്ഷെ പെന്തക്കോസ്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഇനി എനിക്ക് ഭയങ്കര കഷ്ടകാലം ഉള്ള ജീവിതമായിരിക്കും. അസിസിയിലെ ഫ്രാൻസിസിനെ പോലെ ചിലപ്പോൾ ദൈവം എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകുമായിരിക്കും. ഇനി എനിക്ക് വീടും കൂടും സമ്പത്തും സ്വസ്ഥത, ഇങ്ങനെയുള്ള ലോകപരമായ സ്വസ്ഥത ഉണ്ടാകുന്നില്ല. ഇതെല്ലാം എൻ്റെ പഴയ ലൈഫെല്ലാം തീർന്നു. ഐ എം ഗോയിങ് ടു ബി ഡിസൈപ്പിൾ. ഈ ശിഷ്യന്മാരുടെയും ഈ രക്തസാക്ഷികളുടെയും ഒക്കെ വഴിയായിരിക്കും ഞാനും പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചിൽ പോയിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന പെന്തക്കോസ്തർ ഇതിനേക്കാളൊക്കെ കൂടിയ നെക്സ്റ്റ് ലെവലാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ഞാൻ കേൾക്കുന്ന ഞെട്ടിപ്പിച്ചു കളഞ്ഞു. നിന്നെ നിന്ദിച്ചവരുടെ മാനിക്കുന്ന ദൈവം, നിനക്ക് സമൃദ്ധി തരുന്ന ദൈവം, നിന്നെ പിള്ളേരെ അനുഗ്രഹിക്കുന്ന ദൈവം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായത്, എനിക്ക് ദൈവം കാണിച്ചു തന്നുകൊണ്ടിരുന്ന ഇടുക്കു വഴിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വിശാലമായ വഴിയിലേക്ക് അനേകം ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം. ഇതൊരു പെയിൻഫുൾ റിയലൈസേഷൻ ആയിരുന്നു എനിക്ക്. 1 അല്ല 2 അല്ല 3 അല്ല, എവിടെ ചെന്നാലും ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാനില്ല. ഇപ്പൊ ഞാൻ എവിടെയാണ് ലാൻഡ് ചെയ്തിരിക്കുന്നുള്ളൊരു പെയിൻ എൻ്റെ ഉള്ളിൽ വന്നു. അപ്പൊ എനിക്ക് വേറൊന്നും അറിയില്ല. അപ്പൊ ബൈബിൾ കോളേജിലെ പഠിത്തം കഴിഞ്ഞ് വരുമ്പോഴും ഈ ഒരു ശൂന്യത. അപ്പൊ ഞാൻ പലരോടും പറഞ്ഞു, നിങ്ങൾ കത്തോലിക്കരുടെ ഹീറോസിനെ നോക്കുക, എല്ലാം സഫർ ചെയ്ത് മരിച്ചവരാ. പക്ഷെ മണ്ടത്തരമായിരിക്കും. പക്ഷെ സഫർ ചെയ്ത് കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് മരിച്ചവരാണ് വലിയൊരു പങ്ക്. CSIക്കാരുടെ മിഷണർമാരെ നോക്കി. പക്ഷെ പെന്തക്കോസ്ത് ഹീറോസിനെ നോക്കി, എല്ലാം പണം ഉണ്ടാക്കിയവരാ, എല്ലാം ജെറ്റിലൂടെ യാത്ര ചെയ്യുന്നവരാ, എല്ലാം ലോകത്തിൽ ഭയങ്കര സമ്പന്നരായ ആൾക്കാരാ. അവരാ നമ്മുടെ ഹീറോ.
ഒത്തിരി കഷ്ടപ്പെടുന്ന പാസ്റ്റർമാർ പല സ്ഥലത്തുണ്ട്, ആരും മൈൻഡ് ചെയ്യുന്ന, അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഹീറോസ് ആയിട്ട് നമ്മുടെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ഈ ലോകത്തിൽ ജയിച്ചവരാ. ഇത് ഒരു വേദനയായിട്ട് എൻ്റെ ഉള്ളിൽ കിടന്നു. അപ്പൊ എൻ്റെ ഒരു സഹോദരൻ, ഇപ്പൊ അദ്ദേഹം മിഷണറി ട്രാൻസ്ലേഷൻ മിനിസ്റ്ററിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ തെറ്റ് പറ്റി കേട്ടോ, ഈ പെന്തക്കോസ്റ്റിൽ വരരുതായിരുന്നു. ദർ ഇസ് നോ ക്രൈസ്റ്റ്. ഇത് വേറെ എന്തോ ഒരു പാഗൻ പ്രസ്ഥാനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വിട്ടേക്കാം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോകണം, ഒരു ചർച്ച് കാണുന്നില്ല, CSI തന്നെ തിരിച്ചു പോയാലോ എന്ന് ഞങ്ങൾ ഇത് ആലോചിക്കുക. ബൈബിൾ കോളേജൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാ. ഒരു ദിവസം ഞങ്ങൾ CSI പള്ളി പോവുകയും ചെയ്തു. പക്ഷെ പോയപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ മരവിപ്പ്. ഇനി ഇതിനകത്ത് ഇരിക്കാനും പറ്റത്തില്ല. അന്ന് ഞങ്ങളെ അന്ന് ഞങ്ങൾക്ക് പരിചയം അച്ഛൻ പിന്നെ പെന്തക്കോസ്റ്റിലായി. ഇപ്പോൾ പെന്തക്കോസ്റ്റിലുണ്ട്, CSIയിലെ അച്ഛൻ. ഇപ്പൊ ഒരു വഴിയില്ലാതെ പതുക്കെ ഒരു നോൺ ഡിനോമിനേഷണൽ ആയിട്ട് ഇങ്ങനെ നിൽക്കാമെന്നൊരു ചിന്തയിൽ വരുമ്പോഴാണ് കുറച്ച് കർത്താവിനെ സ്നേഹിക്കുന്ന കുറച്ച് വിശുദ്ധന്മാരെ പെന്തക്കോസ്റ്റിനകത്ത് ഞാൻ പരിചയപ്പെടുന്നു. ഇല്ലായിരുന്നു ഞാൻ അന്നേ പോയത്. ഇവരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനകത്തൊരു ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്ന ഒരു പെന്തക്കോസ് ഉണ്ട്. ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞ് നിങ്ങളൊക്കെ അറിയും, പക്ഷെ പറയുന്നില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടി കുറച്ച് നാൾ അവരുടെ കൂടെ ഉള്ളൊരു ഫെലോഷിപ്പിലൂടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കർത്താവിനെ അവർ സ്നേഹിക്കുന്നുണ്ട്. ദേ ഹാവ് ദെയർ ഓൺ ഡിഫറൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്, പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി യേശുക്രിസ്തു ഉള്ള ഒരു ജനം ഇതിനകത്തുണ്ട്. കർത്താവിന്റെ റെമനൻസ് ശേഷിപ്പ് ഇതിനകത്ത് കിടപ്പുണ്ട്. ദർ ഇസ് എ മിനിസ്ട്രി ടു ദം എന്ന് എൻ്റെ ഉള്ളിലൊരു തോട്ട് വരുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ കഥ ഏതാണ്ട് പകുതി കഴിഞ്ഞു. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം വിവാഹത്തെക്കുറിച്ചും കൂടെ ഒരു വാക്ക് എങ്ങനെ എന്നുള്ള കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു മിഷണറി സംഘടനയിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഒരു മിഷൻ ഫീൽഡിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക്, അപ്പോൾ അവിടെ ഒത്തിരി മിഷണറിമാർ വന്നിട്ടുണ്ട്. എന്നോട് എൻ്റെ കൂടെയുള്ള ഒരു സഹോദരനോട് ചോദിച്ചു, തമാശയായിട്ട് ചോദിച്ചാണ്, നിങ്ങൾ വലിയ ആദർശം പറയുന്നു, കർത്താവിന്റെ കഷ്ടതയെക്കുറിച്ചും ക്രൂശിനെ കുറിച്ചും പറയുന്നു, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെ കല്യാണം കഴിക്കും? ഞാൻ പറഞ്ഞു, ദൈവം കാണിച്ചിരുന്ന ആരെയായാലും കല്യാണം കഴിക്കും. അന്നേരം ഒരാൾ ചോദിച്ചു, ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് ഇങ്ങനെ, ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റും, മലയാളിയല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒത്തിരി പെൺകുട്ടികളുണ്ട്, അവരെല്ലാരും കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവം അങ്ങനെ പറയുകയാണെങ്കിൽ കേട്ടു, ഒന്നും നോക്കില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്നു, ഈ പ്രപ്പോസൽ കയ്യിലിരിക്കട്ടെ, ചിലപ്പോൾ ഒരുപക്ഷെ നാൾ ഉപകാരപ്പെടും. അത് വിട്ടുകളയാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു 8 മാസം കഴിഞ്ഞപ്പം ഈ മിഷനിലെ പല ആൾക്കാരും എന്നോട് കല്യാണം ആലോചിക്കാൻ തുടങ്ങിയപ്പം എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങളെയൊക്കെ ദൈവം മാനിക്കും. കല്യാണമെല്ലാം ഭയങ്കര കല്യാണങ്ങളാണ് വരുന്നത്, അമേരിക്കൻ സിറ്റിസൺ അതായതെന്നൊക്കെ പറഞ്ഞാൽ ആലോചന. കാരണം ഈ പാസ്റ്റർമാർക്ക് അതല്ല, അത് നമ്മൾ അങ്ങനെ ഒരു കല്യാണം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ ദശാംശം കിട്ടും. ഇപ്പൊ ഒരു മിഷണറിയെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 5 രൂപ ഇങ്ങോട്ട് കിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങോട്ട് കൊടുക്കേണ്ടിയും വരും. അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ മാക്സിമം നല്ല കല്യാണങ്ങൾ നടത്തുക, വലിയ കല്യാണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ദാറ്റ്സ് മോർ ബെനിഫിഷ്യൽ. അപ്പൊ ഈ പ്രപ്പോസൽസ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ പഴയ തോട്ട്, ഇതാണോ ദൈവം വെച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കാം. അപ്പൊ ഞാൻ കർത്താവിനെ പ്രാർത്ഥിച്ചു, ഒരു ആലോചന എനിക്ക് പറഞ്ഞു തരണം. അതായത് ഗിദെയോൻ ചോദിച്ച പോലെ ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ലാത്ത 3 അടയാളങ്ങൾ. ഇന്ന് ഞാൻ അങ്ങനെ ചോദിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചോദിച്ചാൽ ദൈവം കർത്താവിനെ അടിക്കുമെന്ന് എനിക്കറിയാം, അങ്ങനെ ആവശ്യമില്ല. പക്ഷെ അന്ന് എനിക്കൊരു ഷുവറിറ്റി വേണമായിരുന്നു. ഞാൻ ഗിദെയോൻ ചോദിച്ച പോലെ 3 അടയാളങ്ങൾ ചോദിച്ചു, ഒരിക്കലും നടക്കില്ലാത്ത 3 കാര്യം. അത് 3ഉം കർത്താവ് സാധിപ്പിച്ചു. എൻ്റെ മുമ്പിൽ അത്ഭുതം ഇങ്ങനെ വെളിപ്പെട്ട് കാണിച്ചു തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് തന്നെയായിരിക്കും. ഇനി ഫൈനൽ കൺഫർമേഷൻ ഇവരുടെ ഭാഗത്തു നിന്നും. അപ്പൊ ഞാൻ ഒരാളെ, എൻ്റെ ഭാര്യയായിരിക്കുന്ന ആളുടെ വീട്ടിലേക്ക് വിട്ടു. അദ്ദേഹത്തോട് പറഞ്ഞ് അവിടെ ചെന്നിട്ട് ഒന്നും അന്വേഷിക്കരുത്, സ്വത്തുണ്ടോ, വിദ്യാഭ്യാസം എന്താണ്, വേറെ കുടുംബത്തിലെ സാഹചര്യം എന്താണ്, പാരമ്പര്യം എന്താണ്, ഒന്നും ചോദിക്കരുത്. ഒറ്റ കാര്യം മാത്രം, ഈസ് ദാറ്റ് എ യെസ് ഫ്രം ഗോഡ് ഓർ നോ? ദൈവം എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാസ്റ്ററെ പോയി കാണാൻ പറഞ്ഞു. അവരുടെ ഇങ്ങനെ വിടുന്നത്. അവരവിടെ ചെന്ന് പാസ്റ്ററെ കണ്ട് പാസ്റ്റർ പറഞ്ഞു, അയ്യോ വളരെ സന്തോഷം, എന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഇപ്പൊ തന്നെ നമ്മൾ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പുള്ളി വീട്ടിൽ പോയി. ഞങ്ങൾ വൈകിട്ട് വിളിച്ചു പറഞ്ഞു അവർക്ക് സമ്മതമാണ്, അവർക്ക് അങ്ങനെ ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു.
തീർന്നു. പിന്നെ ആ പ്രപ്പോസലൊന്നുമില്ല. പിന്നെ ഒരു മാർച്ച് 17-ാം തീയതി ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടീഷൻ ഉണ്ട്, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വസ്ത്രങ്ങളല്ലാതെ ഒന്നും വീട്ടിൽ നിന്ന് എടുക്കരുത്, ഒന്നുമില്ലാതെ വരണം, വസ്ത്രങ്ങൾ മാത്രം. അവകാശം, വീതം, പോക്കറ്റ് മണി, കല്യാണ ചെലവ്, ഡൗറി, ഇങ്ങനെ ഒരു പരിപാടിയും സമ്മതിക്കില്ല. ഒള്ളി ദ ഡ്രസ്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, വിഷമിക്കണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊന്നും എടുക്കുന്നില്ല. നമ്മളൊന്നുമില്ല ആ ഇന്മയിൽ തുടങ്ങും. കർത്താവ് എന്തെങ്കിലും തന്നെങ്കിൽ നമുക്കുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. കർത്താവ് ഞാൻ പറഞ്ഞു, കർത്താവ് ഒത്തിരി പേര് ഇങ്ങനെ മുതലാളിമാരായിട്ടുണ്ട്, ഒന്നുമില്ലാതെ വന്നിട്ട് കർത്താവ് തോന്നുന്നു പറഞ്ഞ് വൈബ്രേഷനായിട്ട് ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. ഞാൻ മരിക്കുമ്പോഴും എൻ്റെ പേരിൽ സ്ഥാവര സ്വത്തുക്കളോ ഡിപ്പോസിറ്റോ ഞാൻ നിമിത്തം എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ആർക്കും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓരോ ദിവസവും നീ നടത്തുന്ന നടത്തിപ്പ് അനുഭവിക്കണം. ഓരോ ദിവസവും നീ എൻ്റെ അപ്പനായിട്ടിരിക്കണം. ആ പിതൃത്വം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇന്ന് വരെ അങ്ങനെയാണ്. എൻ്റെ മിഷനിൽ ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. സ്ഥാവര സ്വത്തുക്കളൊന്നുമില്ല, വീടോ സ്വത്തോ ഡിപ്പോസിറ്റുകളോ ഒന്നും എൻ്റെ കയ്യിലില്ല. എപ്പോഴും മിനിമം ബാലൻസ് പാർട്ടിയിലാണ്. എനിക്ക് ആവശ്യത്തിന് കാശുണ്ട് കേട്ടോ, പക്ഷെ അത് ഒഴുകുന്ന കാശാണ്, വരുന്നു പോകുന്നു. ചിലവിടെ അതായത് സംഭരിക്കപ്പെടുന്നില്ല. ഇന്നുവരെയും കർത്താവ് അങ്ങനെ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു ലൈഫ് അവിടെ ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ അങ്ങനെ 2004 ജൂലൈയിൽ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ ട്രെയിനിൽ ഞങ്ങളുടെ ലഗേജുകളെല്ലാം എടുത്ത് ഓങ്കോൾ, ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നുപോയി. ശരിക്കും പറഞ്ഞ ഓങ്കോളിൽ ഞങ്ങൾ മിഷണറിമാരായിട്ട് കൊണ്ട് ഒരു കാര്യമില്ലായിരുന്നു. അവർ നമ്മളെക്കാളൊക്കെ ഒത്തിരി വിശ്വാസം അറിയാവുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. കാരണം പണ്ട് ബാപ്റ്റിസ്റ്റ് റിവൈവൽ നടന്ന ഒരു സ്ഥലമായിരുന്നത്. പക്ഷെ ആ സ്ഥലത്തെ കഷ്ടതകൾ, അനുഭവങ്ങൾ, ഞങ്ങൾക്ക് തന്ന കുറച്ച് ഡിസൈപ്പിൾസിന്റെ ഒരു സംഘം, ഇതെല്ലാം എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ വചനം പഠിച്ച ബൈബിൾ കോളേജിൽ നിന്നല്ല, ഈ മിഷൻ ഫീൽഡിൽ നിന്നാണ്. എങ്ങനെയാണ് ദൈവം ഓരോ ദിവസം നടത്തുന്നത്, എങ്ങനെയാണ് ദൈവം ആഹാരം തരുന്നത്, എങ്ങനെയാണ് ദൈവം വചനം തരുന്നത്, എങ്ങനെയാണ് സ്റ്റേജിൽ ദൈവം സംസാരിക്കുന്നത്, ഇടപെടുന്നത്, ഇത് എന്നെ സംബന്ധിച്ച് ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. 3 കുഞ്ഞുങ്ങളെടുത്ത് വളർത്താൻ ദൈവം അവിടെ വെച്ച് ഞങ്ങൾ കൃപ തന്നു. നന്നായിട്ട് വളർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഒത്തിരി കർത്താവായിരുന്നു, ഇങ്ങനൊന്നും അല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണയാൽ പിള്ളേരെ വളർത്തി. അപ്പോൾ അങ്ങനെ അവിടെ ഓങ്കോളിൽ ഇങ്ങനെ തുടർന്നു പോകുന്ന സമയത്ത് ഒരു ദിവസം ഒറീസയിലെ ഭുവനേശ്വറിൽ ഒരു മിഷൻ മീറ്റിംഗ് നടക്കുമ്പോൾ ആ മിഷൻ മീറ്റിംഗ് സംസാരിക്കാൻ വേണ്ടി എനിക്ക് പോകേണ്ടി വന്നത് 2009. ഈ 2009 മിഷൻ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ഞാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അത് ഒറീസക്കാരാ മൊത്തം, ട്രാൻസ്ലേഷൻ ഒറിയയിലോട്ട്. ഇംഗ്ലീഷ് സ്റ്റോറിയാണോ മലയാളം സ്റ്റോറിയാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം. അവർ പിന്നെ അവനെ അനുഗമിച്ചില്ല, അവന്റെ ശിഷ്യന്മാരിൽ പലരും അത് കേട്ട് അവനെ വിട്ടുപോയി, പിന്നെ അവന്റെ കൂടെ സഞ്ചരിച്ചില്ല എന്ന വാക്യമാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് അവർ വിട്ടിട്ട് പോയതെന്നുള്ളതാണ്. 53-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. 60-ാം വാക്യത്തിൽ ഈ ആൾക്കാർ പറയുന്നുണ്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ പറ്റും. 66-ാം വാക്യത്തിൽ അവരെല്ലാം ഇട്ടിട്ട് പോവുകയും ചെയ്തു. അപ്പൊ ന്യായമായിട്ടും എന്താണ് ഈ കഠിനവാക്ക് പറഞ്ഞുകൊണ്ടാണ് അവർ ഇട്ടിട്ട് പോയതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പൊ ഞാനും അതാ വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ അവരാ മറുപടി പറയുന്നതായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് 63-ാം വാക്യം എന്റെ ശ്രദ്ധയിൽ വരുന്നത്. 63-ാം വാക്യത്തിൽ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്റെ ശരീരം ഭക്ഷിച്ചുകൊണ്ട് കാര്യമില്ല, രക്തം കുടിച്ചുകൊണ്ട് കാര്യമില്ല, മാംസം കൊണ്ട് ഒരു പ്രയോജനമില്ല, ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ, എന്റെ ഇറച്ചിയും രക്തവും നിങ്ങൾ കുടിച്ചിട്ട് കാര്യമില്ല, എന്റെ ആത്മാവിനെ പ്രാപിച്ച് എന്റെ ജീവനുള്ളവരായി നിങ്ങൾ മാറണം. ഇത് കേട്ടപ്പോഴാണ് ആൾക്കാരെല്ലാം ഇട്ടിട്ട് പോയത്. അപ്പൊ ഇത് കേട്ടിട്ട് എന്തിനാ ഇട്ടിട്ട് പോകുന്നേ? ഇപ്പൊ നമ്മൾ എത്രയോ അടുത്ത് ആത്മാവിന്റെ മീറ്റിങ്ങുകൾ നടക്കുന്നു. ഫയർ, ബ്ലസ് തിരുവല്ല, ബ്ലസ് മല്ലപ്പള്ളി, ബ്ലസ് എറണാകുളം, ആരും ഇട്ടിട്ട് പോകുന്നില്ല. ആൾക്കാർ ഓടിക്കൂടുക. കാരണം ഇന്ന് ആത്മാ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ബഹളം വയ്ക്കും, അന്യഭാഷ പറയുന്നു.
പക്ഷെ അന്നത്തെ ജനം അങ്ങനെ അല്ല പ്രതികരിച്ചത്. അന്നത്തെ ജനം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിട്ടിട്ട് പോവുക ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് അവർ ഇട്ടിട്ട് പോയത്? ആ സ്റ്റേജിൽ ഇരുന്ന് ആലോചിക്കുന്നത്, എനിക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ സംഘാടകരോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം തരാമെന്ന് ചോദിച്ചു. വെള്ളം മേടിച്ചു. എന്നിട്ട് ഇവരോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അതൊക്കെ വെള്ളം കുടിക്കുക, കാരണം വെള്ളം പെട്ടെന്ന് കുടിച്ചാൽ ഇവര് പാട്ട് നിർത്തും. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് അവർ ഇട്ടിട്ട് പോയത്? ഇപ്പൊ കർത്താവിന്റെ ശബ്ദം ഇതാണ് എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രധാന ടേണിംഗ് പോയിന്റ്. ഈ രക്ഷിക്കപ്പെട്ട ശേഷം വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം എൻ്റെ ലൈഫിനെ ശുശ്രൂഷ എല്ലാം മാറ്റിയത് ആ ഒരൊറ്റ പോയിന്റ് കോണ്ടാക്ട് ദൈവം ആ സ്റ്റേജിൽ വെച്ചിട്ട് ഇടപെട്ടതാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ മാംസം കൊണ്ട് ഒരു പ്രയോജനമില്ല. നീ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ഉള്ളതെല്ലാം അന്നദാനം ചെയ്ത് ഭയങ്കര സൽപ്രവൃത്തികൾ ചെയ്ത് നീതിമാനായി ലോകം മുഴുവൻ ചുറ്റിത്തറന്ന് പ്രാർത്ഥന നടത്തി ബൈബിൾ പ്രസംഗിച്ചു. നോ യൂസ്, യു വിൽ ഡൈ. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ മരിക്കുവോ? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ മരിക്കാത്തതിന്റെ കാരണം ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചത് മാത്രമാണ്. ദാറ്റ്സ് ഓൺലി വേ, ഓൺലി റീസൺ. നീ എന്തുകൊണ്ട് മരിക്കുന്നില്ല? നിന്റെ കയ്യിലിരിപ്പുകൊണ്ട് നിന്നെ കൊന്നു കളയേണ്ടതാണ്. പക്ഷെ ഞാൻ നിന്റെ സ്ഥാനത്ത് മരിച്ചുകൊണ്ട് മാത്രം നീ മരിക്കണ്ട. അപ്പൊ ഞാൻ ഇതിനകത്ത് കഠിനവാക്ക് എന്താണ്? ഇതെന്താണ് ആൾക്കാർ ടേൺ ഓഫ് ചെയ്യുന്നത്? എന്താണ്? പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, എന്താണ് ടേൺ ഓഫ് ചെയ്യുന്നത്? എന്റെ സ്ഥാനത്ത് കർത്താവ് മരിച്ചു. അപ്പൊ എനിക്ക് എന്റെ സ്ഥാനം എന്ന് പറഞ്ഞൊരു സ്ഥാനമില്ല. അത് പാപിയുടെ സ്ഥാനമായിരുന്നു, അതിന്റെ അവസാനം മരണമായിരുന്നു. ഇപ്പൊ ഈ സ്റ്റേജിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ അങ്ങനെ സ്ഥാനമില്ല. എന്റെ സ്ഥാനം ഉണ്ടെങ്കിൽ അത് പാപമാണ്. അത് കർത്താവ് എടുത്തു കളഞ്ഞു. പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് വന്നു, കർത്താവ് എന്റെ സ്ഥാനത്ത് മരിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ സ്ഥാനത്ത് ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സ്ഥാനത്ത്. ക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ സംസാരിക്കുമായിരുന്നെങ്കിൽ, എന്ത് പറയുമായിരുന്നു, എന്ത് ചിന്തിക്കുമായിരുന്നു? ഈ ലൈഫാണ് ആത്മാവ് എനിക്ക് തരുന്നത്. ഈ ലൈഫ് തരാതെ ചുമ്മാ തുള്ളിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ അവിടെ ആ സ്റ്റേജിൽ നിന്ന് സ്റ്റണ്ണായ ഒരു നിമിഷം നിന്നു. എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ പ്രസംഗത്തിൽ കാര്യമില്ല, ഞാൻ നിൽക്കുന്നിടത്ത് നീ നിൽക്കണം. ഞാൻ എവിടെ നിൽക്കുമായിരുന്നു? വാട്ട് വുഡ് ജീസസ് ഡു? അതിനിപ്പുറത്ത് ഒരു റൈച്ചസ്നെസ് ഇല്ല, അതിനിപ്പുറത്ത് ഒരു നീതിയോ വിശുദ്ധിയോ ഇല്ല. ക്രൈസ്റ്റ് ഈസ് ദ റൈച്ചസ്നെസ്. ഈ വെളിപ്പാടെന്ന് കിട്ടി. പ്രസംഗം അവസാനിച്ചു. ഭയങ്കര കരച്ചിലായിരുന്നു, സ്റ്റേജിലും വെളിയിലും എല്ലാം. അവസാനം ഞാൻ വെളിയിലോട്ടിറങ്ങിയപ്പോൾ കട്ടക്കിലെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് കട്ടക്കിലേക്ക് പോയി. അവിടുത്തെ മീറ്റിംഗിൽ എല്ലാവരും കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. ഞാൻ വിചാരിക്കുമായിരുന്നു, എന്റെ ദൈവമേ, എന്നെ ഇത്രയും നാൾ ഇവിടെ ജീവിപ്പിച്ചതിന് എന്തിനു വേണ്ടി? അതെനിക്കിപ്പോ മനസ്സിലായി. ഇത് വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഇനി ഞാൻ വീട്ടിൽ ചെന്നില്ല കുഴപ്പമില്ല, എന്റെ മിനിസ്ട്രി ഇപ്പൊ തീർന്നാലും കുഴപ്പമില്ല, ഞാനിപ്പോ മരിച്ചാലും കുഴപ്പമില്ല. ഐ അണ്ടർസ്റ്റുഡ് വൈ യു കെയിം, വൈ ദ ഹോളി സ്പിരിറ്റ് കെയിം ടു മീ. അപ്പൊ ഞാൻ ഈ കട്ടക്ക് റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുമ്പോൾ എനിക്ക് വെയിറ്റ് ഇല്ല, ഞാൻ ഏതോ സ്ഥലത്തോടെ നടക്കുന്ന പോലെയാണ്. ബിക്കോസ് ഐ അണ്ടർസ്റ്റുഡ് ഐ ഹാവ് ടു ലീവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ബൈ ഫെയ്ത്ത്. ഇത് 2009 നവംബറിൽ നടന്ന കാര്യമാണ്. അതിനുശേഷം ഇന്നേ വരെ ഞാൻ സ്റ്റേജിൽ ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടില്ല, എഴുത്തുപയോഗിച്ചിട്ടില്ല, നോട്ട് കുറിച്ചിട്ടില്ല, ബൈബിൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ല. സ്റ്റേജിൽ വരുമ്പോൾ കർത്താവിനോട് സംസാരിക്കും, ഈ വചനം എങ്ങനെയാണ് പറഞ്ഞത്, വാ തുറക്കുമ്പോൾ അത് വെളിപ്പെട്ട് വരും. ഇതുവരെ ഞാൻ അങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്. എന്നെ കർത്താവ് പഠിപ്പിച്ചത് പുൽപ്പിറ്റിൽ നിർത്തിക്കൊണ്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ശുശ്രൂഷ ഇങ്ങനെ എത്ര നാൾ തുടരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ 2013 വരെ ഞാൻ ആന്ധ്രാപ്രദേശിലായിരുന്നു. ആന്ധ്രാപ്രദേശിലെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സഹോദരൻ ചോദിച്ചു, ജെയ്സ് ബ്രദറിന്റെ മിനിസ്ട്രി എന്താണ്? ഞാൻ പറഞ്ഞു, എല്ലാം ഉണ്ട്, പാസ്റ്ററാണ്, ടീച്ചറാണ്, ഇതെല്ലാം ചെയ്യും. പക്ഷെ ദർ ഇസ് വൺ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് എന്താണ്? ഞാൻ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പാസ്റ്ററാണുള്ള ഗിഫ്റ്റ് ഒന്നുമല്ല, അത് ടീച്ചറിന്റെ ഗിഫ്റ്റാണ്. വചനം പഠിപ്പിക്കുക, അതെന്റെ ഗിഫ്റ്റ്. അപ്പോഴേക്കും കേരളത്തിൽ മുഴുവൻ പ്രോഗ്രാമുകൾ ബൈബിൾ സ്റ്റഡിക്ക് വിളിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ വന്നൊരു മിഷൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വിളി? പുള്ളി പറഞ്ഞു, എനിക്ക് ഓങ്കോൾ എന്ന് പറഞ്ഞ ദേശത്തോടാണ് വിളി. ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് ഓങ്കോൾ എന്നല്ല, ലോകത്തിൽ ഒരു ദേശത്തോട്ടും വിളിയില്ല. ഏത് മണ്ണും ഒരുപോലെയാണ്. അത് ഓങ്കോളായാലും മല്ലപ്പള്ളി ആയാലും എറണാകുളം ആയാലും അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും ഗൾഫ് എവിടെ ആയാലും കർത്താവിന്റെ ജനമുള്ള സ്ഥലമെല്ലാം ഒരേ സൂര്യൻ ഉദിക്കുന്ന, ഒരേ മണ്ണിൽ നിൽക്കുന്ന ഒരേ സ്ഥലമാണ്. എനിക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റ് ഒരു സ്ഥലത്തോടും ഇല്ല. അത് ഞാൻ മനസ്സിലാക്കി പെട്ടെന്നായിരുന്നു. ഒരു 10 വർഷം ഓങ്കോളി വർക്ക് ചെയ്ത ശേഷമാണ് മനസ്സിലാകുന്നത് എനിക്ക് ഓങ്കോളിനോട് പ്രത്യേക കോളിംഗ് ഒന്നും ഇല്ലെന്നുള്ള കാര്യം.
അവിടെ തൊട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എന്റെ കോളിംഗ് ടീച്ചിങ് ആണെങ്കിൽ എവിടെ ടീച്ച് ചെയ്യണം നീ തീരുമാനിക്കണം. ഞാൻ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് ആരോടും പറയത്തില്ല, ഞാൻ ടീച്ചറാണെന്നും ആരോടും പറയത്തില്ല, ഒരിടത്തും പോയി തട്ടിക്കേറി പോയി പ്രസംഗിക്കാനും പോകുന്നില്ല. എന്നെ നീ വിടുന്നിടത്ത് ഞാൻ പോകും. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നൊരു ചെറിയ മീറ്റിംഗ് ആയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എന്നെ കുവൈറ്റിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുണ്ടറ ചർച്ച് ഓഫ് ഗോഡിൽ ഒരു 6 ദിവസത്തെ ബൈബിൾ സ്റ്റഡി. അങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരാഴ്ച നിൽക്കുന്ന ബൈബിൾ സ്റ്റഡി ഒന്നും ആരും വെക്കാറില്ല. 40 ദിവസം ഉപവാസം, 21 ഉപവാസം. പക്ഷെ ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാക്സിമം, അത്രയൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർ 6 ദിവസത്തെ ബൈബിൾ സ്റ്റഡി. അപ്പൊ 6 ദിവസം ബൈബിൾ സ്റ്റഡിക്ക് ഞാൻ ചെല്ലുന്ന ദിവസം രാവിലെ എന്റെ വൈഫ് ഭയങ്കര സുഖമില്ലാതിരിക്കുന്നു, ഒരു തരത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നോക്കിയോളാം, പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഉന്ത് തള്ളി വിടുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോ അവര് എല്ലാം ക്യാമറ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ പ്രസംഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റില്ല. ഇത് യൂട്യൂബിലൊക്കെ പോയി കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് പലരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രസംഗങ്ങളുടെ എല്ലാം ഞാൻ നടത്തിയ കാര്യമാണ്. ഒത്തിരി കഥാപാത്രങ്ങൾ അവരെല്ലാം ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് ക്യാമറയുടെ മുമ്പിൽ യൂട്യൂബിൽ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുവൈറ്റിലുള്ള ഒരൊറ്റ ചർച്ചിന് വേണ്ടിയാണ്, ഇതങ്ങനെ ആരും കാണുന്ന ചാനലൊന്നുമില്ല, ആകെ 100-200 പേരെ മാക്സിമം ഇത് കാണുന്നുള്ളൂ, അവരുടെ മുമ്പിലൂടെ അങ്ങ് പ്രസംഗിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, 6 ദിവസം പ്രസംഗിച്ച് ഞാൻ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ പ്രസംഗം ഇതിലേക്കോ പോയി, ആരൊക്കെയോ കേട്ട് 10,000 വ്യൂ 15,000 വ്യൂ ആയിട്ട് ഇതങ്ങനെ ചെയ്ത്. അതിനിടയിൽ ചില ആൾക്കാർ ഇത് കട്ട് ചെയ്ത് മുറിച്ചിട്ട് മുഴുവനായിട്ട് ആകെ പടർന്നു. അങ്ങനെയാണ് ഇത് പടർന്നത്. യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. ഇപ്പോഴും ഒരു പ്ലാനും ഇല്ല. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോഴും ഒരു പ്ലാനും ഇല്ല. നാളെ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ദ ഓൺലി തിങ് ഈസ് കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ, കർത്താവിന്റെ ശബ്ദമാകുവാൻ ആകുന്നിടത്തോളം പോവുക, കർത്താവ് അനുവദിക്കുന്നിടത്തോളം പോവുക. അത് എന്റെ ജീവിതം പ്രൊലോങ് ചെയ്യാൻ പോലും ഞാൻ ശ്രമിക്കുന്നില്ല. ബിക്കോസ് കർത്താവ് അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം എക്സ്ട്രാ ശുശ്രൂഷിച്ചാൽ അത് തലവേദനയാവുകയുള്ളൂ. സോ വി പ്രിപ്പയർ ദ നെക്സ്റ്റ് ജനറേഷൻ ആൻഡ് ലീവ് ദ സ്റ്റേജ്. അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജീവിത കഥ എന്ന് പറയുന്നത്. അവസാനം ഇപ്പോഴും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഓൺലി ക്രൈസ്റ്റ് ഡിസേർവ്സ് ഓൾ ഹോണർ ആൻഡ് പ്രൈസ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പദ്ധതി ഇടുന്നതല്ല, കർത്താവിന്റെ പദ്ധതിയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, കർത്താവെ ഞാനല്ല നീയാണ്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് നീയാണ്, ഞാൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പോൾ വിശ്വസിക്കുന്നതോ, ഇപ്പോൾ ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്ന ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നു. ആ ഫെയ്ത്ത് ലൈഫിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരും ഒന്നും പഠിപ്പിക്കേണ്ടി പോലും വരില്ല. കാരണം ദ ഹോളി സ്പിരിറ്റ് വിൽ ബി അവർ ഇൻസ്ട്രക്ടർ. ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വി ഹാവ് ടു ലീവ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ. ഈ വിശ്വാസം എന്ന് പറയാൻ നാളെ എൻ്റെ കാര്യങ്ങൾ കർത്താവ് നടത്തുന്നുള്ളതല്ല, ഞാനല്ല ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഫെയ്ത്ത് ലൈഫ്. ഓരോ സമയത്തും പ്രസംഗിക്കുമ്പോഴും പാടുമ്പോഴും എന്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ പാടുമായിരുന്നു. അങ്ങോട്ട് എത്താൻ വേണ്ടിയാണ് ഫെയ്ത്ത്, അല്ല നല്ല ഹാർമോണിയമോ കീപ്പ് ചെയ്യാനോ കിട്ടാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ആ ഒരു ലൈഫിലേക്ക് നോക്കുവാൻ, ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നോക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും ബലവും കൃപയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന എല്ലാ സ്വർഗീയ ദാനങ്ങൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ അറിയാതെ സ്വയം പ്രശംസിച്ച് കർത്താവെ നരകത്തിന് യോഗ്യനായി, നരകത്തിലേക്ക് വലിച്ചെറിയാൻ മാത്രം കൊള്ളാവുന്നവനായി ജീവിച്ച എൻ്റെ മേൽ അങ്ങ് തന്ന കൃപയ്ക്കായി, വീണ്ടെടുപ്പിനായി, ക്രിസ്തുവിന്റെ നീതിക്കായി, ക്രിസ്തുവിന്റെ വിശുദ്ധിക്കായി, വിശ്വാസത്താൽ അത് പ്രാപിക്കുവാൻ എന്നെ വിളിച്ചതിനായി സ്തോത്രം, നന്ദി പറയുന്നു കർത്താവെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവെ യേശു ക്രിസ്തുവിന്റെ നീതിയിലേക്കുള്ള ആ പ്രവേശനം, വിശ്വാസം, ധൈര്യം അവിടെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പ്രിയ കർത്താവ് ദാസൻ പാസ്റ്റർ ജെയ്സ് ജോസഫ് അവറുകൾ ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കർത്താവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയുടെ തലങ്ങൾ, ചെറുപ്പം മുതൽ ഇന്നേ വരെയുള്ളതായ ദൈവീയ ഇടപെടലുകൾ, എത്രത്തോളം വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവ് തന്നതായ ആ നീതിയുടെ ആ ഒരു പാതയിൽ യാത്ര ചെയ്യുവാൻ, ഏതെല്ലാം മേഖലകളിലൂടെ കർത്താവിനെ സാക്ഷീകരിക്കാൻ കഴിയും ആ മേഖലകളിലൊക്കെ കടന്നുപോയി ഇറങ്ങിച്ചെന്ന് കർത്താവിന് പ്രയോജനപ്പെടുവാൻ കർത്താവ് ശക്തമായി കാലയളവിൽ ദൈവദാസനെ കുടുംബമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇന്ന് ഈ സമയത്ത് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം ഈ വിലപ്പെട്ട സമയം വേർതിരിച്ച് ഞങ്ങളോടൊപ്പം സമയം പങ്കിട്ടതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായിട്ടും
ഏറെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, കർത്താവിൻ്റെ ക്രൂശിനെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, ആ നീതിയെക്കുറിച്ച് പിന്നെയും പ്രസ്താവിക്കുവാൻ ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമാറ്റിയുടെ പ്രേക്ഷകരുള്ളതായി നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ ദേവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ, വചന ശുശ്രൂഷകൾ ഈ കാലയളവിൽ ഒരുപാട് വ്യത്യസ്തമായിട്ട് പ്രേക്ഷകർക്ക് വേറിട്ട ഒരു അനുഭവമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൊതുവേദികളിൽ, സമൂഹങ്ങളിൽ ഒക്കെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന, നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് പല സംഭവങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദൈവവചനത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും വിധേയപ്പെട്ടുകൊണ്ട് ദൈവസന്നദ്ധയിൽ ആ സത്യത്തിൻ്റെ പാതയിൽ യാത്ര ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഈ കേൾവി ദൈവദാസൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, സാക്ഷ്യം ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദേവദാസനെയും കുടുംബത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.